ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും അതോടൊപ്പം പെൻഷനും പുതുക്കി നിർണ്ണയിക്കാനായി എത്രയും പെട്ടെന്ന് 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുക. ഇതിൻ്റെ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്നത് നാഷണൽ കൗൺസിൽ സ്റ്റാഫ് സൈഡ് 3 ജൂൺ 2024 ക്യാബിനറ്റ് സെക്രട്ടറിക്കും ചെയർമാനും അയച്ച ലെറ്ററാണ്. ഇതിൻ്റെ ഹെഡിങ് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പളം, അലവൻസുകൾ, പെൻഷൻ, മറ്റാനുകൂല്യങ്ങൾ എന്നിവ പരിഷ്കരിക്കുന്നതിനായി 8ാം ശമ്പള കമ്മീഷൻ ഉടനടി രൂപീകരിക്കുന്നത് സംബന്ധിച്ച്. 7ാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ശുപാർശകൾ സർക്കാർ നടപ്പിലാക്കിയത് 1 ജനുവരി 2016 എന്നിരുന്നാലും മിനിമം വേതനം 26,000 രൂപയായി പരിഷ്കരിക്കണമെന്ന് സ്റ്റാഫ് സൈഡ് 7ാം ശമ്പള കമ്മീഷനിലും തുടർന്നും ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. ILC മാനദണ്ഡങ്ങളുടെയും ഡോക്ടർ ഐക്രോയിഡ് ഫോർമുലയുടെയും അടിസ്ഥാനത്തിൽ 7ാം ശമ്പള കമ്മീഷന് മുൻപ് തന്നെ ഞങ്ങൾ മിനിമം വേതനം 26,000 നിർദ്ദേശിച്ചിരുന്നത് നിർഭാഗ്യവശാൽ ഞങ്ങളുടെ എല്ലാ വാദങ്ങളും 7ാം ശമ്പള കമ്മീഷൻ യാതൊരു അടിസ്ഥാനവുമില്ലാതെ തള്ളിക്കളയുകയും മിനിമം വേതനം 18,000 രൂപയായി ഫിക്സ് ചെയ്യുകയും ചെയ്തു. ഫിറ്റ്മെന്റ് ഫാക്ടർ 3.68% ആയിരിക്കണമെന്ന് സ്റ്റാഫ് സൈഡ് ആവശ്യപ്പെട്ടപ്പോൾ 7ാം ശമ്പള കമ്മീഷൻ 2.57% മാത്രമേ ശുപാർശ ചെയ്തുള്ളൂ. പ്രതിഷേധങ്ങൾക്കൊടുവിൽ സ്റ്റാഫ് സൈഡുമായി ചർച്ച നടത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ മന്ത്രിതല സമിതി രൂപീകരിക്കുകയും അവരുടെ ഉറപ്പിന്മേൽ സമരം നിർത്തുകയും ചെയ്തു. പണപ്പെരുപ്പം 4% മുതൽ 7% വരെയാണെന്ന് സർക്കാർ തന്നെ പറയുന്നു. ശരാശരി 5.5%. 2016 മുതൽ 2023 വരെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ അവശ്യ സാധനങ്ങളുടെ ചില്ലറ വിൽപ്പന വില താരതമ്യം ചെയ്താൽ പ്രാദേശിക വിപണി അനുസരിച്ച് അവ 80%-ലധികം വർദ്ധിച്ചു. എന്നാൽ DADR 46% മാത്രമാണ് നൽകുന്നത്. ആയതിനാൽ യഥാർത്ഥ വിലക്കയറ്റവും ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുന്ന DADRും തമ്മിൽ വ്യത്യാസമുണ്ട്. ബജറ്റ് പ്രസ്താവനകൾ അനുസരിച്ച് 2015 മുതൽ 2023 വരെ കേന്ദ്ര സർക്കാരിൻ്റെ വരുമാനം ഇരട്ടിയായിട്ടുണ്ട്. 7ാം CPCയിൽ 10 വർഷം കാത്തിരിക്കാതെ പേ മെട്രിക്സിൽ മാറ്റം വരുത്താമെന്നും നിർദ്ദേശിക്കുന്നു. എന്നാൽ മേൽപ്പറഞ്ഞ ശുപാർശകൾ സർക്കാർ ഇതുവരെയും അംഗീകരിക്കുകയോ 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുകയോ ചെയ്തിട്ടില്ല. DADR ഇപ്പോൾ 50% എത്തിയിരിക്കുന്നു. അതിനാൽ 8ാം ശമ്പള കമ്മീഷൻ ഉടൻ രൂപീകരിക്കണമെന്ന് സ്റ്റാഫ് സൈഡ് ആവശ്യപ്പെടുന്നു. ഇതാണ് ലെറ്ററിൻ്റെ ഉള്ളടക്കം. 3ാം മോദി സർക്കാരിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതും സഖ്യകക്ഷികളുടെ എതിർപ്പും ഇതിൽ ഉചിതമായ നടപടിയെടുക്കാൻ സർക്കാരിനെ നിർബന്ധിപ്പിക്കുക തന്നെ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.